ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മമ്മൂട്ടി ചേട്ടൻ ഈ വർഷം ആദ്യമായിട്ട് നായകനായി എത്തുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. GVM സംവിധാനം ചെയ്യുന്ന ഡിറ്റക്റ്റീവ് കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് വൈഡ് റിലീസ് ഇല്ല എന്നൊരു അപ്ഡേറ്റ് ആണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മെഗാസ്റ്റാർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒപ്പം GVM മമ്മൂട്ടി കോംബോ ആദ്യമായിട്ട് ഒരുമിക്കുന്ന GVMന്റെ ആദ്യ മലയാളം സിനിമയായിട്ട് എത്തുന്ന സിനിമയാണെങ്കിൽ പോലും നിലവിലെ സിനിമയുടെ പ്രീ റിലീസ് കണ്ടന്റുകൾ കൊണ്ട് ഒരു ഹൈപ്പും സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ വൈഡ് റിലീസ് ഇല്ലാത്തതിന്റെ കാരണം. അപ്പോൾ അടുത്തയാഴ്ച ജനുവരി 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 150 മുതൽ 200ഓളം സ്ക്രീനുകൾ മാത്രമേ നിലവിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ദുൽഖറാണ് സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ ഒരുപക്ഷെ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമാകും. എന്തായാലും കാത്തിരിക്കാം ഡൊമിനിക്കിന്റെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്. അതിനു മുന്നുള്ള സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ അടുത്ത വാർത്തകൾ കേട്ട്. മമ്മൂട്ടി ചേട്ടന്റെ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് അവനാടി എന്ന സിനിമയാണ്. പഴയകാല വൻവിജയം നേടിയെടുത്തു എന്ന് പറയപ്പെടുന്ന സിനിമയാണെങ്കിലും നിലവിൽ ഈ പുതിയ കാലത്ത് 2025 വർഷം സിനിമ റീ റിലീസ് ചെയ്തപ്പോൾ മമ്മൂട്ടി ചേട്ടന്റെ ആരാധകർക്ക് പോലും സിനിമ വേണ്ട എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നേ റീ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമകളെക്കാൾ വളരെ താഴെ തട്ടിലാണ് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ്. ഒപ്പം തന്നെ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിലവിൽ ആയിരങ്ങളിലാണ് സിനിമയുടെ കളക്ഷൻ എന്ന അവസാനമായിട്ട് അറിയാനായിട്ട് കഴിയുന്നു. അതുപോലും ഉണ്ടോ എന്നതിന്റെ ഒരു കൃത്യമായ ട്രാക്കിംഗ് ഒന്നും തന്നെ എവിടെയുമില്ല. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ട്രാക്കേഴ്സിന് ഈ സിനിമയുടെ കളക്ഷൻ അറിയാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. ബുക്ക് മൈ ഷോയില് ഇന്നലെ എല്ലാം തന്നെ ഒരൊറ്റ റേറ്റിംഗ് പോലും സിനിമയുടെ വന്നിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ മമ്മൂട്ടി ചേട്ടന്റെ ഏറ്റവും പുതിയ റീ റിലീസ് ചിത്രവും തിയേറ്ററുകളിലെ വൻ ദുരന്തമാണ്. ആരെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.